ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. വെട്ടം പഞ്ചായത്തിൽ 19ഓളം കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നു. ഇന്നലെ രാത്രി ആരംഭിച്ച ദൗത്യം ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് അവസാനിച്ചത്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. വെട്ടം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കർഷകർക്കും പൊതുജനങ്ങൾക്കും ഭീഷണിയായിരുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് പിടികൂടി പെരിന്തൽമണ്ണ സ്വദേശി ഷൂട്ടർ MM സക്കീർ ഹുസൈൻ, സഹായികളായ അസീസ് മങ്കട, ഹർഷാദ് പുല്ലുണ്ണി, ശശി പെരിന്തൽമണ്ണ, മിഥുൻ മണ്ണാർമല എന്നിവരുടെ നേതൃത്വത്തിൽ 20-ാം തീയതി രാത്രിയോടെയാണ് ദൗത്യം ആരംഭിച്ചത്. പുലർച്ചെ 5 മണിയോടെ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 19ഓളം പന്നികളെ വെടിവെച്ചു വീഴ്ത്തി. പന്നിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകം ഏർപ്പെടുത്തിയ ഷൂട്ടർമാർ വന്നുകൊണ്ട് ഇന്ന് 19 പന്നികളെ ഇന്നലെ രാത്രി നമ്മുടെ നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടി വെടിവെച്ച് കൊന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കൂടി ഉണ്ട് എന്നാണ് ഞാൻ സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അദ്ദേഹവും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് എന്നുകൂടി അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ഈ കാര്യത്തിൽ ഏത് മേഖലയിലും ചെന്ന് ഈ വിഷയങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമാണ്. ഏതായാലും വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇന്നലെ രാത്രി നമ്മുടെ സക്കീർ ഹുസൈൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ടീം പ്രവർത്തിച്ചിട്ടുള്ളത്. മാത്രമല്ല സക്കീർ ഹുസൈൻ സാഹിബിൻ്റെ ടീമിനെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇപ്പോൾ പന്നിയെ കൂടുതലായി പിടിക്കപ്പെട്ട മണ്ണൂപ്പാടം പ്രദേശത്തെ ജനപ്രതിനിധിയായി കൂടിയായിട്ടുള്ള നമ്മുടെ സത്താർ, അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ കോർഡിനേറ്റർ നാസർപ്പ, നമ്മുടെ യുവജന വിഭാഗത്തിൻ്റെ നേതൃനിരയിലുള്ള വിപിൻ ദാസ്, ഷംസുമാസ് തുടങ്ങിയ ആളുകളുടെ നേതൃത്വം അവർക്ക് സഹായഹസ്തവുമായി ഒപ്പമുണ്ടായിരുന്നു. ഇന്നലെ രാത്രി പൂർണ്ണമായി അവർ ഉറക്കമൊഴിഞ്ഞാണ് ഈ പ്രവർത്തനത്തിന് മുതിർന്നിട്ടുള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇനിയും നമ്മൾ വൈസ് പ്രസിഡന്റ് അതെ ഞാൻ മനസ്സിലാക്കില്ല, വൈസ് പ്രസിഡന്റ് നമ്മുടെ സിന്ധു കൂടി ഒപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ആശ്ചര്യജനകമാണ്. കാരണം അതിന് ധൈര്യപ്പെടുക വളരെ അപൂർവമാണല്ലോ സ്ത്രീകൾ അങ്ങനെ രംഗത്ത് വരുന്നത്. അത് എന്തുകൊണ്ടും പ്രശംസനീയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും പഴയ പഞ്ചായത്ത് പ്രസിഡന്റും പഴയ ജനപ്രതിനിധി ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാനിവരെ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. നാട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സഹായഹസ്തവുമായി ഇനിയും ഇവർക്ക് പിന്നാലെ ഒപ്പം നിന്നാൽ കൂടുതൽ പന്നികളെ വേട്ടയാടി പിടിക്കാനുള്ളതായ സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് നമ്മളെല്ലാവരും ഇനി ഇവർ വരുന്ന ദിവസങ്ങളിൽ കാര്യമായി ഇവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യാൻ നിങ്ങളെല്ലാവരും മുന്നിട്ടിറങ്ങണം. ഈ പ്രവൃത്തിക്ക് മുന്നിട്ടിറങ്ങിയ ഇതിന് നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് ബോർഡിന് എല്ലാവിധ ആശംസകളും പ്രശംസകളും അർപ്പിക്കുന്നതോടൊപ്പം ഇതിനു വേണ്ടി നേതൃത്വം നൽകിയ സക്കീർ ഹുസൈൻ സാഹിബിൻ്റെ ടീമിനെ മുക്തകണ്ഠം ഞാൻ നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി പ്രശംസിക്കുകയാണ്. അതോടൊപ്പം അവർക്ക് കൂടെ നിന്ന നമ്മുടെ ജനപ്രതിനിധികളും വൈസ് പ്രസിഡന്റും ഒക്കെ അടങ്ങുന്ന ആ ടീമിനും പഞ്ചായത്തിലെ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൂടെ നിൽക്കാൻ പ്രസിഡന്റ് VP സക്കീനയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിഞ്ഞു. 2026 ഫെബ്രുവരിയിൽ അധികാരമേറ്റ ഭരണസമിതി ഇതോടെ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുകയാണ്. ഇനിയും ആവശ്യമെങ്കിൽ യജ്ഞാനം തുടരുമെന്ന് പ്രസിഡന്റ് VP സക്കീനയും വൈസ് പ്രസിഡന്റ് സിന്ധു ചാളക്കപ്പറമ്പിലും അറിയിച്ചു. പന്നിവേട്ടയ്ക്ക് മെമ്പർമാരായ സത്താർ PP, മുരളീധരൻ മാസ്റ്റർ, KT ബാവ, മൊയ്തീൻ കുട്ടി, കോർഡിനേറ്റർ KI നാസർ, നാട്ടുകാരായ വിപിൻ ദാസ്, പ്രേമൻ C, രാകേഷ്, ഷിമോജ് OK, CMT ബാവ, ഷംസു മാസ്റ്റർ, ഹമീദ് നിയാസ്, പ്രേമദാസൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് 99 തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.